എല്ലാവർക്കും SPR പാചകലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ചക്കക്കുരുവിൻ്റെ ഒരു പായസമാണ്. ചക്കക്കുരു കൊണ്ടുള്ളൊരു പായസം. ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ ചക്കക്കുരു ഇത് പച്ചയാണ്. അത് നമ്മൾ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല, തോടോടുകൂടി തന്നെ നമ്മൾ ഇടുന്നു. അധികം ആളുകളുള്ളവർക്ക് ഒരുപാട് ചക്കക്കുരു എടുക്കാം. ഇനി അതിനുശേഷം പിന്നെ ഇതിന് ഞാൻ കുറച്ച് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, പകരം മിൽക്ക് മെയ്ഡുണ്ട്. അപ്പോൾ തേങ്ങ അധികം വേണ്ടവർക്ക് അത് ഉപയോഗിക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ തേങ്ങ അധികം ഉപയോഗിക്കണം. ശർക്കര ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, പിന്നെ നെയ്യുണ്ട്. അതോടൊപ്പം കുറച്ച് തേങ്ങ കൊത്തി ഇവിടെ 2 ഏലക്കായൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കശുവണ്ടി അതുപോലെ തന്നെ ഉണക്കമുന്തിരിയൊക്കെ ഉള്ളവർക്ക് അതും നെയ്യിൽ വറുത്തിടാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കക്കുരു ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് അടപ്പത്ത് വയ്ക്കണം. ഒരു പൊടിക്ക് ഉപ്പ് അതിനകത്തേക്ക് ഇടാം. അത്യാവശ്യം ഉപ്പ്, അധികം ഉപ്പാവാൻ പാടില്ല. ഒരു പായസത്തിന് നേരിയ ഒരു ഉപ്പുള്ളത് നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിനകത്തേക്ക് വയ്ക്കുന്നു. ഇനി നമ്മൾ കുറച്ച് വെള്ളം ഇതിനകത്തേക്ക് വയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് നല്ലത് കുക്കറിൽ തന്നെയാണ് ഒരു സ്റ്റീം വരുന്നത്. നമ്മൾ വെയിറ്റ് ഇട്ട് വേവിക്കണം. നമ്മൾ വെയിറ്റും കൂടി ഇട്ട് വയ്ക്കുന്നു. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് ഉടച്ചുകൊണ്ട് വരാം. തേങ്ങ ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ചക്കക്കുരു നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ചക്കക്കുരു ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കാം. അതുപോലെ തേങ്ങ മിക്സിയിൽ അടിച്ചതിൻ്റെ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലപ്പാൽ വേറെ ഒരു ഗ്ലാസ്സിൽ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. നമ്മളിത് തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കണം. ഇത് ഓരോന്നായിട്ട് നമ്മൾ ഇതിനടുത്ത് ഇപ്പോൾ ചൂടാണ്. തണുത്തതിന് ശേഷം ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുത്തിട്ട് വരാം. ചക്കക്കുരു മുഴുവൻ നമ്മൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അതായത് പുറന്തോട് കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറമേയുള്ള ഈ ബ്രൗൺ കളറിലുള്ള ചവര് കളയാറില്ല. കാരണം ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ നല്ലതാണെന്നാണ് പുതിയ കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ചക്ക ആർക്കും തന്നെ വേണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ചക്ക വാങ്ങിക്കണമെങ്കിൽ ഒരു ചക്കയ്ക്ക് 400-500 രൂപയൊക്കെ കൊടുക്കണം. അപ്പം ഈ ചവരാണ് ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നു. പഴയ കാലത്ത് നമ്മുടെ അമ്മമാരൊക്കെ തച്ചിനിരുന്ന് ഈ ചവരൊക്കെ കളഞ്ഞിട്ടാണ് നമുക്ക് ചക്കക്കുരു വീട്ടിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇത് ചവര് കളയണമെന്ന നിർബന്ധമുള്ളവർക്ക് അങ്ങനെ കളയാം. ഇത് തൊലി കളഞ്ഞിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചവര് കംപ്ലീറ്റ് പോകും. അപ്പം ഇത് പുഴുങ്ങിയെടുത്തതാണ് നമ്മൾ. ഇതിനെ മിക്സിയിലേക്ക് നമ്മളിടുന്നു. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങാപ്പാലിൻ്റെ വെള്ളം, ആ തേങ്ങാപ്പാലും കൂടി കുറച്ച് ഒഴിക്കുന്നു ആവശ്യത്തിന്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരിക. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ പുഴുങ്ങിയെടുത്ത ചക്കക്കുരു ചെറുതായിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് അരയ്ക്കണം. നമ്മൾ കറിക്കൊക്കെ അരയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ വെള്ളം പോരെങ്കിൽ കുറച്ചും കൂടെ വെള്ളം തേങ്ങാപ്പാൽ എന്താണെന്ന് വെച്ചാൽ ചേർക്കാം. ഇതുപോലെ അരച്ചെടുക്കണം. മിക്സിയിൽ നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്ന വിധത്തിൽ അരച്ചെടുക്കുക. ഇനി അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിക്കുക. നമ്മൾ ആവശ്യത്തിന് വെള്ളം നോക്കി നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് കുറച്ച് ചക്കക്കുരു ഉണ്ടെങ്കിലും നമുക്കൊരു 10 പേർക്കൊക്കെ നല്ല പായസം ഉണ്ടാക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമ്മൾ നന്നായിട്ട് ഡൈലൂട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം, ലൂസായിരിക്കണം. ഇതിൽ തരിയൊന്നും പാടില്ല. ചക്കക്കുരു നമ്മൾ നന്നായിട്ട് മിക്സിയിൽ കറിക്കൊക്കെ അരയ്ക്കുന്നത് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ തന്നെ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണിത്. അപ്പോൾ നമുക്കിതിനെ ഇങ്ങനെ വയ്ക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം.
നമ്മൾ ഇളക്കാതെ വെച്ചിരുന്നത് ഇത് അടിയിൽ പിടിക്കും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതൊരു 10-25 മിനിറ്റ് വരെ നമ്മൾ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഇത് ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് നല്ലത് കുറുക്ക് പോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുന്നു. ഇനി അതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് ഇളക്കുക. കൈ എടുക്കരുത്. നമ്മൾ അടിയിൽ പിടിച്ചാൽ പിന്നെ ആ പായസത്തിൻ്റെ ടേസ്റ്റ് പോകുമല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാൻ ഈ പായസം 2-3 തവണ ഉണ്ടാക്കി പലർക്കും കൊടുത്ത്. പക്ഷെ അവർക്കാർക്കും ഇത് എന്ത് പായസമാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ചിലരൊക്കെ പരിപ്പ് പായസമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിത് ഇതിനകത്തേക്ക് ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റും കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന 2 ഏലക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഏലക്കയുടെ പൊടി. അതോടൊപ്പം തന്നെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തലപ്പാല് നമ്മൾ തേങ്ങ അരച്ചെടുത്തപ്പോൾ എടുത്തതാണ്. ഞാനൊരു 1/4 കിലോ ചക്കക്കുരു എടുത്തുള്ളൂ. പക്ഷേ ഇത് അരച്ചൊക്കെ എടുത്തപ്പോൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കുമ്പോൾ ഒരു കുറച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 10-12 പേർക്ക് കഴിക്കാം. ഒരു 1/4 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് ചക്കക്കുരുവാണ് എടുത്തത്. നമ്മുടെ പായസം ഏതാണ്ട് റെഡിയായിരിക്കുവാണ്. പിന്നെ നമ്മൾ ഈ തലപ്പാലും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. നമ്മൾ ആദ്യം എടുത്ത് വെച്ചതാണ്. ഇനി അധികമായിട്ട് തിളപ്പിക്കരുത്. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മളിത് ഓഫാക്കുക. ഇനി ഇതിനകത്തേക്ക് ചെയ്യാനുള്ളത് ഒരു ഇത്തിരി കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയൊക്കെ ഉള്ളവർക്ക് അത് ഒന്ന് ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ നെയ്യിൽ വറുത്ത്. പിന്നെ തേങ്ങാക്കൊത്താണ് വളരെ ടേസ്റ്റാണ്. കാരണം നമുക്ക് ഇതിൻ്റെ കൂടെ ഇടയ്ക്കൊന്ന് കടിക്കാൻ ഇത് ഒരു നല്ല കുറുക്ക് രൂപത്തിലായിരിക്കുകയാണ്. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയ വീഡിയോ. നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. വളരെ ടേസ്റ്റിയാണ്. നല്ല ടേസ്റ്റ്. അതായത് പരിപ്പ് പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടാകും. പിന്നെ നമുക്ക് വേഗം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ചക്കക്കുരു നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ടൈമിൽ ഇതൊക്കെ ഒന്ന് നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അപ്പം ഇത് നിങ്ങളൊന്ന് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അപ്പോൾ മറ്റൊരു ചെറിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പായസം ഇവിടെ പൂർത്തിയായി.